ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെ ചെയ്ത ഒരു നാടൻ ഗോതമ്പ് ഇലയുടെയാണ്. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഒരു ബൗളിൽ ഒരു തേങ്ങ ചിരകിയത്, പിന്നെ മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് വെള്ളം, പിന്നെ ഇപ്പുറത്ത് നമ്മളൊരു പാത്രത്തിൽ ഈ ഒരു പാത്രത്തിൽ 2.25 കപ്പ് ഗോതമ്പ് മാവ്. ഇത് ആശീർവാദിൻ്റെ മാവാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാനിതിൽ ഒരു ടീസ്പൂൺ പിന്നെ ഉപ്പിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് പാകത്തിന് ആ വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം വേണം ആദ്യം ഒഴിക്കാൻ. പിന്നെ ഈ സൈഡിൽ ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ചാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതിൽ വെള്ളം ഒഴിച്ച് ഞാൻ തിളപ്പിക്കാൻ വെച്ചു. ഇതിപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് മാവ്. പിന്നെ ഈ ഒരു പാത്രത്തിൽ വെള്ളം, ഇല ഇതെല്ലാം റെഡിയാക്കി വെച്ചു. കാര്യം നമ്മൾ കുഴയ്ക്കുമ്പം ഇത് പരത്തുമ്പോൾ ഇലയിൽ നമ്മൾ ഈ വെള്ളത്തിൽ കൈയൊന്ന് മുക്കണം, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ മാവും ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പരത്തിയതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ഈ പരത്തുമ്പം ഇത് ഒത്തിരി പിന്നെ കട്ടിയാകാൻ പാടില്ല. ചപ്പാത്തിക്ക് പരത്തുന്ന പിന്നെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് ഇച്ചിരി ഒന്ന് ലൂസായിരിക്കും, ഒരുപാടല്ല ഇച്ചിരി. അപ്പോൾ അതുപോലെ എല്ലാം ഇപ്പം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് മടക്കി പിന്നെ ഇഡ്ഡലി പാത്രത്തിനകത്ത് സ്റ്റീമിൽ വയ്ക്കാം. ഞാൻ എല്ലാം വെച്ചെങ്കിലും ഞാൻ 1-2 എണ്ണം നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാനിൽ ഞാനിട്ട് പിന്നെ ചുട്ടെടുത്തായിരുന്നു. അപ്പോൾ അതും ഒത്തിരി ടേസ്റ്റിയാണ് അങ്ങനെ ചെയ്യുന്നത്, കല്ലയിൽ വെച്ച് നമ്മൾ എടുക്കുമ്പോൾ. അപ്പം എൻ്റെ സിസ്റ്ററിന് അത് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെയും ചെയ്തു, 2-3 എണ്ണം. ബാക്കിയുള്ളതൊക്കെ സ്റ്റീം ചെയ്തെടുത്തു. അപ്പോൾ ശരിക്കും നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ, ഞാനിത് തേങ്ങ ഇടാതെയാണ് ചെയ്യാറുള്ളത്, പക്ഷേ ചേച്ചിക്ക് തേങ്ങ ഇട്ടതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തേങ്ങയും കൂടി ഇട്ടത്. നമ്മൾ പറയാൻ വന്നത്, നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് തേങ്ങ ഇടാതെയും നന്നായിട്ട് നമ്മൾ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ കഴിക്കാം, വൈകുന്നേരം സപ്പറിന് കഴിക്കാം, പിന്നെ ചായയിലൂടെയോ കട്ടൻ കാപ്പിയിലൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. എളുപ്പമൊന്നും നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതെല്ലാം ഇഡ്ഡലി പാത്രത്തിനകത്ത് വെക്കാൻ പോവുകയാണ്. പിന്നെ നല്ല ഫ്ലെയിം, ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് എല്ലാം വെച്ച് പിന്നെ ഹൈ ഫ്ലെയിമിൽ നമുക്ക് വിടാം. അപ്പോൾ ശരിക്കും ഇത് ചെയ്യാത്ത ആൾക്കാർ, ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. പക്ഷേ നമുക്കൊരു ഹെൽത്തി ഫുഡെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വൺ ഓഫ് ദ ഹെൽത്തി ഫുഡാണ്. നമുക്ക് ഈ ഗോതമ്പിൽ ഇങ്ങനെ ചെയ്തൊക്കെ ഇങ്ങനെ തേങ്ങയിട്ടൊക്കെ കഴിക്കുന്നത് നല്ല രുചിയാണ്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ചൂടാക്കി എടുക്കുകയും ചെയ്യാം. അതും ഒരു ഗുണമുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് ചീത്തയാകത്തില്ല. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റത്തെ ജോലിയേ ഉള്ളൂ. അപ്പം താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഇലയിലൊക്കെ ചെയ്യുമ്പം നല്ലൊരു മണമൊക്കെയാണ്. പിന്നെ വേറൊരു ടൈപ്പ് മണമുള്ള ഒരു ഇലയും ഉണ്ട്. അപ്പം ഞാനത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ 2 എണ്ണം ചുട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ശരിക്കും ടേസ്റ്റും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ് തേങ്ങ ഇട്ട് കഴിക്കുമ്പോൾ. പിന്നെ ടേസ്റ്റ് ചെയ്താൽ മാത്രം പോലെ ഇതുപോലെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. പ്ലീസ് കീപ് വാച്ചിങ്. ബൈ.